സലൂട്ട് ഭാരത്. നമ്മളോടൊപ്പം അധ്യാപകനും നിരീക്ഷകനുമായ ഫക്രുദ്ദീൻ അലിയാണുള്ളത്. സാർ സ്വാഗതം. ജനീവയിലെ ചർച്ച പൊടിപൊടിക്കുന്നു. ഇതുവരെ വെള്ളപ്പുകയാണെന്നാണ് കേട്ട വിവരം. നല്ല രീതിയിൽ പുരോഗമിക്കുമെന്നാണ് മധ്യസ്ഥരായിട്ടുള്ള ഖത്തറും പാകിസ്ഥാനും ഒക്കെ പറയുന്നത്. ഇറാൻ്റെ ഒരു ധാർമ്മിക വിജയം തന്നെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാധ്യമങ്ങളെല്ലാം തന്നെ. പക്ഷേ ഇസ്രയേൽ ഇപ്പോഴും റെഡ് കാർഡ് ഉയർത്തി കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന പോലും നെതന്യാഹു തള്ളിക്കളയുകയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹു ലെബനിലേക്കുള്ള ആക്രമണം നിർത്തിവെക്കും എന്നാണ് ട്രംപ് തള്ളിവിട്ടത്. പക്ഷേ നെതന്യാഹു അതേപടി തള്ളിക്കളയുകയും ചെയ്തു. ഇസ്രയേലിനെ നമ്പിക്കൊണ്ട് ഈ സമാധാന കരാർ എത്രത്തോളം മുമ്പോട്ട് പോകും? നിങ്ങൾ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് റൊട്ടീൻ കണ്ടിട്ടുണ്ട്? അല്ലെങ്കിൽ മറ്റേ ബാറ്റ്സ്മാൻ സിനിമ ഉണ്ടാകും, നമ്മുടെ ജോക്കർ വില്ലൻ പറയുന്നുണ്ട്, ഒരു മാന്യനായ നിങ്ങളൊക്കെ പോലുള്ള ഒരു പോലീസുകാരൻ വന്നിട്ട് വളരെ മാന്യമായി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ക്രൈം ചെയ്തു, എന്താണ് അതിന്റെ പിന്നിൽ ചെയ്തോ ഇല്ല, പോലീസുമായി സഹകരിച്ചാൽ ഞങ്ങൾ നിങ്ങൾ ശിക്ഷ ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് എന്നെ പോലുള്ള കൂതറലുള്ള പോലീസുകാരൻ വരും, ഇതിനാണ് ആ ഡേഷ് മോനെ എന്നൊക്കെ വിളിച്ചിട്ട് പേടിപ്പിക്കും. ഇതാണ് സത്യത്തിൽ അമേരിക്ക ഇസ്രായേലും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന കളി. അതായത് അമേരിക്ക മാന്യന്റെ കളി കളിക്കും, ഇസ്രായേൽ ഈ ഗെയിം പ്ലാനിൽ ഒരു കൂതറന്റെ കളി കളിക്കും, ലോക്കൽ ഗുണ്ടയുടെ ബുള്ളിയുടെ കളി കളിക്കും. എന്നിട്ട് അവസാനം ഇവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. ഇതാണ് സംഭവം. അത് അമേരിക്ക വിചാരിച്ചാൽ ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യാൻ, അല്ല ഇസ്രായേൽ വിചാരിച്ചാൽ അമേരിക്കനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇന്ത്യയും കേരളം പോലല്ല, ഗുജറാത്തും ഇന്ത്യയും പോലുള്ള ഒരു ബന്ധമാണ് ഈ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ളത്. അമേരിക്കയുടെ അടുത്ത സ്റ്റേറ്റ് ആണ്, എന്ന് വെച്ചാൽ ഒരു സംസ്ഥാനം പോലെ തന്നെയാണ്. അല്ലെങ്കിൽ അമേരിക്കനെ നിയന്ത്രിക്കുന്ന ബുദ്ധി കേന്ദ്രം എന്ന് വെച്ചാൽ ഇസ്രായേലികളാണ്. അപ്പൊ ഇവർ ഈ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് റൊട്ടീനാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ചെറിയ അമേരിക്കയുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ചെറിയ ചില ടാർഗറ്റുകൾ നേടാനുണ്ടായിരുന്നു. ഒന്ന്, അമേരിക്കയുടെ ഇക്കോണമി ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക നിങ്ങൾക്ക് അറിയാലോ, ഇറ്റ്സ് എ ഫിയറ്റ് ഇക്കോണമിയാണ്. ഫിയറ്റ് കറൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇക്കോണമിയാണ്. ഫിയറ്റ് കറൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇക്കോണമിയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ഇക്കോണമി എത്രത്തോളം ശക്തിപ്പെടുന്നുവോ അത്രത്തോളമാണ് അവരുടെ കറൻസിയുടെ മൂല്യം നിലനിൽക്കുന്നത്. അപ്പം ഇക്കോണമി തകർന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ഒരു വിലയുണ്ട്. അപ്പൊ പണ്ട് റഷ്യയിലെ റൂബിളിന്റെ വില അറിയാലോ, അത് ടോയ്ലറ്റ് പേപ്പർ ആയിട്ടായിരുന്നു സോവിയറ്റ് റഷ്യ തന്നപ്പോൾ റൂബിൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ അമേരിക്കൻ ഡോളർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണലി വിലമതിക്കപ്പെട്ട ഒന്നായിരുന്നു ഈ റഷ്യൻ റൂബിള്. അപ്പം ഇക്കോണമി തകർന്ന പരിപാടി തീർന്നു. അമേരിക്ക സൈനികമായിട്ടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, അവരിപ്പോഴും ജനറേഷൻസ് ഹെഡാണ്. പക്ഷെ അവരുടെ ഇക്കോണമി തകർന്നു. അപ്പൊ കൂടുതൽ റിസർച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു യുദ്ധം ക്യാരി ഔട്ട് ചെയ്ത് ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അവർ നേരിടുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ ഇറാൻ പോലെയുള്ള അവർക്ക് ഇപ്പം ലഭ്യമല്ലാത്ത വിപണികൾ കൂടി അവർക്ക് തുറന്നു കിട്ടണം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് ഒരു ക്ലിപ്പ് ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ ട്രംപിന് അത് വ്യക്തിപരമായിട്ടുള്ള ഒരു വിജയമാണ്. അതെ, അടുത്ത ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻസിനും ഈ തീവ്ര ഇസ്രായേലി, അവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഇസ്രായേലി പക്ഷക്കാരാണ്. നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാരും ചിലരുടെ പക്ഷാന്ന് പേരം പറയുന്നില്ല, ഈ പറയുന്ന പോലെ ഇസ്രായേലി പക്ഷക്കാരാണ്. അപ്പൊ ട്രംപിനെ പോലുള്ള ആളുകൾക്ക് ഇനി അധികാരത്തിൽ വരണമെങ്കിൽ ട്രംപിന് തന്നെ മൂപ്പര് പറയുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് 2 തവണ ഞാൻ വന്നിട്ടില്ല, അതുകൊണ്ട് വേണം എനിക്ക് ഒരു തവണയും കൂടെ മത്സരിക്കാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് കണക്കാക്കിയുള്ള ഒരു ഗെയിമാണ്. ഒന്ന്, അമേരിക്കയുടെ ഇക്കോണമിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. കാരണം കാരണം ഇപ്പം ചൈനയുടെ ഡോളർ ആണെങ്കിലും കറൻസി ആണെങ്കിലും യൂറോപ്യൻ യൂണിയന്റെ കറൻസി ആണെങ്കിലും ഇതെല്ലാം തന്നെ അമേരിക്കൻ കറൻസിക്ക് ഇക്വാലന്റ് അല്ലെങ്കിൽ പോലും പകരം ആളുകൾ ഉപയോഗിച്ചു തുടങ്ങി. അപ്പൊ ഇത് അവരുടെ ഇക്കോണമി നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതിന് ഇറാനുമായിട്ട് ഈ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് അപ്പൊ ഈ ഇറാന്റെ മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ ഈ ഫ്രീസ് ചെയ്ത അസറ്റ് ഒക്കെ വിട്ടുകൊടുക്കാന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് മറ്റൊരു സൗദി അറേബ്യ ആയിട്ട് ഇറാനെ മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ഇന്ന് അമേരിക്ക കാണുന്ന ഈ ഗ്ലോബൽ ഹെജിമണി അമേരിക്ക നേടുന്നതിൽ ഇറാന് കൂടി ഒരു പങ്കുണ്ട്. ഷായുടെ കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നല്ലോ ഇവര്. അപ്പം അത് പിന്നെ അവർ നഷ്ടപ്പെടുന്ന സൗദി അറേബ്യ അങ്ങോട്ട് കയറി വരികയും ചെയ്തു. അപ്പൊ സൗദി അറേബ്യനെ പോലെ ഇറാനെ പോലെ വലിയ ശക്തി ഒരു ഓയിൽ പവറിനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഗുണകരമാണ്. പിന്നെ ട്രംപിന് ഈ പേഴ്സണൽ ആയിട്ടുള്ള അജണ്ടയുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലതവണ നിങ്ങളോട് ഡിബേറ്റ് പറഞ്ഞു, ഞാനതൊരു ഇസ്രായേലി വിരോധിയായതൊന്നല്ല, ഞാനൊരു ജൂത വിരോധിയല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഹോളോകാസ്റ്റ് സിനിമകൾ കണ്ട് ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരാളാണ്. ഞാനൊരു RSSനെ ഏറ്റവും കൂടുതൽ എതിർക്കാൻ കാരണം ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കിയ RSS സിനിമ കണ്ടിട്ടല്ല, ഹോളോകാസ്റ്റ് സിനിമ കണ്ടിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ RSS ഒരു ഫാസിസ്റ്റ് ആണ്, അതാണ് ഇവർ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നതാണല്ലോ അന്ന് നമ്മളെ പഠിപ്പിച്ചു വിട്ടുകൊണ്ടിരുന്നത്. അതാണ്. അപ്പം
ഞാൻ ജൂതന്മാരുടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ജൂതന്മാർ ഇഷ്ടമാണ്. അവർ നേരിട്ട പീഡനം, ലോകത്ത് ഒരു ജനതയെ നേരിടാത്ത പീഡനമാണ് 2000 വർഷം ലോകത്ത് അവർ നേരിട്ടത്. അവരെ ആപ്പാടെ സഹായിച്ചുള്ള നമ്മൾ മലയാളികളും ഒന്നാമത് 2 മുസ്ലിങ്ങളുമാണ്. അതൊന്നും ഇപ്പോൾ അവർ ഓർക്കുന്നില്ല. മലയാളികളെ ഇന്ത്യക്കാരെ അവർ ഓർക്കുന്നുണ്ട്, മുസ്ലിംസിനെ അവർ ഓർക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പൊ ആ ജനതയോട് നമുക്ക് എപ്പോഴും സഹാനുഭൂതി. മാത്രമല്ല എന്റെ മതവും ക്രിസ്തു മതവും ഉൾപ്പെടെയുള്ള മതങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജൂതമതമാണ്. അപ്പൊ ഇതിന്റെ ജൂതമതത്തിൽ നിന്നാണ്. അപ്പം ഇസ്ലാം മതം പ്രത്യേകിച്ച് നമ്മളെ ബാങ്ക് വിളിയാണെങ്കിലും നിസ്കാരമാണെങ്കിലും ഈ പറയുന്ന ശരീരം ശുചിയാക്കൽ, ഇതൊക്കെ ജൂതന്മാരായിട്ട് ഭയങ്കര ബന്ധമുള്ളതാണ്. അതിശക്തമായ ബന്ധം. പലിശക്കെതിരെയുള്ള സംഭവമാണെങ്കിൽ അവര് പറയുന്നത് വെച്ചാല് നിങ്ങൾ സഹോദരന് പലിശ കൊടുക്കാൻ പാടില്ല, നമ്മൾ പറയുന്ന ആർക്കും പലിശ കൊടുക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇത് ജൂതന്മാരുടെ പ്രശ്നമല്ല. ഇത് അവിടെയുള്ള ജൂതന്മാരുടെ ഇടയിലുള്ള ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അത് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞ പോലെ അവരെ സംബന്ധിച്ചിടത്തോളം വിശാല ഇസ്രായേൽ സ്ഥാപിക്കാന്നുള്ള അവരുടെ ലക്ഷ്യമുണ്ട്. അത് പൂർത്തിയാകുന്ന വരെ അവരിങ്ങനെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ബൈബിളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ രാമായണത്തിൽ മഹാഭാരതത്തൊക്കെ പറഞ്ഞ പോലെ ബൈബിളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് എന്ന് ലോകത്തെ ധരിപ്പിച്ച് ഞങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു, ഞങ്ങളാണ് ശരിയായ മതം എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ലോകത്തെ അംഗീകരിപ്പിക്കാൻ അതിനനുസൃതമായിട്ട് അവർ യുദ്ധങ്ങൾ സജ്ജമാക്കുകയും ചെയ്യാം. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാമ്പത്തികമായ പ്രശ്നത്തിന്റെ പുറത്ത് ഒരു അക്കാഡ് ഒപ്പിട്ടുകൊണ്ട് ഇത് തീരില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രീവർ വിഭാഗമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു രക്ഷകൻ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ആ രക്ഷകനാണ് ഞാനെന്നാണ് ജീസസ് പറഞ്ഞത്. പക്ഷെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പം ആ രക്ഷകൻ വരണമെങ്കിൽ അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ അതിനുള്ള സാഹചര്യം കൂടി ഒരുക്കണം. എന്നാൽ വിശാല ഇസ്രായേൽ ഉണ്ടാക്കണം, എങ്കിൽ രക്ഷകൻ വരും, പിന്നെ നമ്മളെ ഭരണമായിരിക്കണം അവർ വിചാരിക്കുന്നത്. അപ്പൊ ഈ സൈക്കോളജിക്കൽ ഫാക്ടർ ഉള്ള കാലത്തോളം പശ്ചിമേഷ്യ ശാന്തമാവില്ല. അത് ഇടക്കാലത്ത് ഇങ്ങനെ വെടി നിർത്തലുകൾ ഉണ്ടാവും. നിങ്ങൾ ഈ വിശാല ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങൾ, ഈജിപ്തിന്റെ ഭാഗങ്ങൾ, ടുണീഷ്യയുടെ ഭാഗങ്ങൾ, ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. ഇറാഖിന്റെ ഭാഗങ്ങൾ. അപ്പൊ ഈ വിശാല ഇസ്രായേല് സ്ഥാപിക്കുന്ന ലക്ഷ്യം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ തെക്കൻ ലെബനനിലും ഒരു നിരന്തരം ഇപ്പോൾ പിടിച്ചടക്കി ആക്രമണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ വന്ന ചില സർവേ ഫലങ്ങൾ, നിങ്ങൾ യുദ്ധം ചെയ്തതിനെതിരെ അവിടെ വലിയൊരു ജനവികാരമുണ്ട്, ഇറാനിൽ പോയി യുദ്ധം ചെയ്യും, പക്ഷേ ലെബനനിൽ ആക്രമണം തുടരണമെന്നാണ് ഏതാണ്ട് 50% ഇസ്രയേലികൾ അഭിപ്രായ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒത്തുതീർപ്പ് കരാറൊക്കെ ആ അഭിപ്രായ സർവേ ആയിട്ട് നോക്കുമ്പോൾ ഇസ്രയേൽ അടുത്ത ദിവസം വീണ്ടും ഈ വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ? ഇതൊരു സംഭവം വെച്ചിട്ട്, ഒന്ന് ഇസ്രായേലിന് തീവ്ര ആറ്റിറ്റ്യൂഡുള്ള ജൂതന്മാരാണ് ഇസ്രായേലുള്ളത്. അവരിൽ തന്നെ 50% സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 50% സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ 50% സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു അന്ന് ഹമാസ് അവിടേക്ക് അടിച്ചതല്ലെങ്കിൽ. കാരണം വളരെ ലിബറൽ ആയിട്ടുള്ള പലസ്തീൻ അനുകൂലമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയയിൽക്കെതിരാണ് ഹമാസ് തോന്നിയാസം കാണിച്ചത്. ഹമാസിനെ കൊണ്ട് തോന്നിയാസം കാണിപ്പിച്ച ഇസ്രായേൽ എന്നുള്ള വേദക്കാര്, അതറിയാലോ. ഈ പിന്നെ നെതന്യാഹുവിന് ഈ യുദ്ധം നടന്നാൽ മൂപ്പരില്ല, യുദ്ധം തീർന്നാൽ മൂപ്പരില്ല, മൂപ്പര് ജയിലിലാണ്. മൂപ്പർക്ക് ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യണം, അതാണ് മൂപ്പരുടെ ആവശ്യം. പിന്നെ ഞാൻ വേറെ വെച്ചാൽ മൂപ്പര് വീട്ടിൽ പട്ടീന്റെ വില പോലും ഇല്ലെന്ന, ഭാര്യക്ക് മോന് മൂപ്പർക്ക് ഇഷ്ടമേ അല്ല, അതാണ് കേട്ടിട്ടുള്ളത്. അത് വേറൊരു കാര്യം. അപ്പം ലെബനോൺ ഇപ്പം ഒന്നത്, അപ്പം ഹമാസിന്റെ അന്നത്തെ അക്രമം ഇറാനിലെ ഇസ്രായേലിലെ ലിബറൽ ആയിട്ടുള്ള ആളുകൾക്ക് ഇടയിൽ പോലും ഒരു വികാരം ഉണ്ടാക്കിയില്ല. അത് നെതന്യാഹുവിന് ഗുണമാണ്. അതുകൊണ്ട് 50% എത്തി നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഈ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടല്ലോ. ഈ ഹിസ്ബുള്ള നിരന്തരമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. ഹിസ്ബുള്ള അതിന് പറഞ്ഞാൽ ഒരു ന്യായം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതായത് അവർ വിശാല ഇസ്രായേലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പം തടഞ്ഞില്ല, ഒരിക്കലും തടയാൻ പറ്റില്ല. അപ്പൊ ഇവര് രണ്ടുപേരും മുട്ടയാണോ അതായത് കോഴിയാണോ ആദ്യം ഉണ്ടായിരുന്ന രീതിയിലുള്ള വാദത്തിലാണ്. നിങ്ങൾ വിശാല ഇസ്രായേൽ സ്ഥാപിക്കുക, അതുകൊണ്ട് നമ്മൾ പിന്നെ യുദ്ധം ചെയ്യും. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സമയത്തോളം ഞങ്ങൾ തിരിച്ച് യുദ്ധം ചെയ്യും. അപ്പൊ ഇവന്മാർക്ക് രണ്ടു കൂട്ടർക്ക് ഇത് തീർക്കാനുള്ള ഉദ്ദേശമല്ല. അപ്പൊ ഇത് കണ്ണൂരെ രാഷ്ട്രീയ കൊലപാതകം പോലെയാണ്. ആ ശ്രീ രവിശങ്കർ ഇടപെട്ടിട്ട് ആ ഒരു ഫൈനൽ പിന്നെ തീരുമാനം വരുന്നവരെ ഇവർ ഈ രണ്ട് പാർട്ടിക്കാർക്ക് ഇത് തീർക്കണമെന്നുണ്ടായിരുന്നില്ല. ശ്രീ രവിശങ്കർ അല്ല, വെറും ശ്രീയേ ഉള്ളൂ. രവിശങ്കർ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കേൾക്കുന്നുണ്ട്. അപ്പൊ ശ്രീ എം ഇടപെട്ടുകൊണ്ട് മാത്രമാണ് അത് ആ രീതി തീർന്നതെന്ന് ഞാൻ മനസ്സിലായി. പക്ഷെ അതിന് മുമ്പേ എനിക്ക് RSS വോയിസ് മറ്റേ വിവരം അനുസരിച്ച് ശരിയാന്ന് എനിക്ക് അറിയില്ല. മോഡി തന്നെ നേരിട്ട് അതിലൊരു ഇന്റർവെൻഷൻ നടത്തിയിരുന്നു. അടുത്ത ഘട്ടത്തിലാണ് ഇദ്ദേഹം വന്നത്, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഏതായാലും എം ആണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനു മുമ്പേ ഇവർ പലപ്പോഴും ഇരുന്നിട്ടുണ്ട്. അതായത് കൃഷ്ണഗിരി ശ്രമിച്ചിട്ടുണ്ട്. ഓരോ രാഷ്ട്രീയ കൊലപാതകം നടക്കുമ്പോൾ ഇവര് CPM-മാരും അതുപോലെ തന്നെ BJP-ക്കാർ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അന്നും ഇത് തീർക്കണമെന്ന് അവർക്ക് ഉണ്ടായിരുന്നില്ല. തീർക്കണമെന്ന് അവർ വിചാരിച്ചപ്പോൾ തീർന്നു, മനസ്സിലായില്ലേ? അതേപോലെ ഇവന്മാർക്ക് തീർക്കണമെന്നില്ല.
പിന്നെ പക്ഷെ ഇങ്ങനെ നമുക്ക് ഇവിടെ ഈ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുക അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇസ്രയേലിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതപ്പോൾ നെതന്യാഹുവിന് ഈ സംഘർഷത്തിന്റെയൊക്കെ ഒരു ബാലൻസ് ഷീറ്റ് വെച്ച് ആ തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കാൻ പറ്റുമോ? അത് പറയാനും പറ്റില്ല. ഇസ്രായേലികൾ നമ്മളെ പോലെ മണ്ടന്മാരൊന്നല്ല. അവർ കൃത്യം അവിടെ ജനാധിപത്യ സംവിധാനം ലോകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഏറ്റവും ചെറിയ വിഭാഗത്തിന് പോലും റെപ്രസെന്റേഷൻ ഉണ്ട്. അതാണ് അവിടെയുള്ള ഒരു ചെറിയ അറബ് മുസ്ലിം ന്യൂനപക്ഷം ഉണ്ട്. അവർക്ക് പോലും അവിടെ പാർലമെന്റ് റെപ്രസെന്റേഷൻ ഉണ്ട്. ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് ഈ നെതന്യാഹു എന്തിനാണ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് അവരാലോചിക്കുന്നത്. അവിടെ ഒരു 50% ഞാൻ പറഞ്ഞില്ല ആളുകൾ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ എതിരാണ്. അപ്പൊ ഇതെല്ലാം അതിൽ റിഫ്ലക്ട് ചെയ്യും. ഈ ജൂതന്മാരെ നിങ്ങൾക്ക് മണ്ടന്മാരാക്കാൻ പറ്റും. നമ്മൾ കേരളത്തിൽ പോയാലും മുസ്ലിങ്ങളൊക്കെ മണ്ടന്മാരാക്കാൻ പറ്റും, ഹിന്ദുക്കളും പറ്റും. പക്ഷെ ക്രിസ്ത്യാനികളെ മണ്ടന്മാരാക്കാൻ പറ്റില്ല പോലെ ജൂതന്മാരെ ഇന്റർനാഷണൽ മണ്ടന്മാരാക്കാത്ര എളുപ്പമല്ല. പക്ഷെ അതിനിടയിൽ വേറൊരു വാർത്തയും വരുന്നുണ്ടല്ലോ. ഈ ട്രംപും നെതന്യാഹുവായിട്ട് വലിയ അഭിപ്രായ ഭിന്നത വരുന്നു. ആദ്യം ഒരു ഫോണിലുള്ള തെറിവിളിയായിരുന്നു. ഇപ്പോൾ കൃത്യമായ വലിയ നയവ്യതിയാനം പറയുന്നുണ്ട്. JD വാൻസ് ഇസ്രയേലിന് കൊടുത്ത മുന്നറിയിപ്പ് ആളുകളെ കൊന്നു തള്ളിയത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹാരം ഉണ്ടാകില്ല, അത് ഇസ്രയേലിന് കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയായിരുന്നു. അപ്പോൾ ഈ അഭിപ്രായ ഭിന്നത നമ്മുടെ കണ്ണിൽ പൊടിയിടലാണോ അതോ വാസ്തവത്തിൽ അങ്ങനെ തന്നെ ഉണ്ടോ? ഇത് നമ്മളെ കണ്ണും പൊടിയിടാൻ വേണ്ടിയിട്ടല്ലേ. ഞാൻ നിങ്ങളെ വാപ്പാക്ക് വിളിക്കും, നിങ്ങൾ തിരിച്ച് എന്റെ അധ്യാപക വിളിക്കും. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും കൂടെ എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസ് നോക്കി. അത്രേ ഉള്ള കാര്യമോ. ഇത് നമ്മളെ അപ്പുറത്ത് നമ്മളെ പെർഫോമൻസ് എങ്ങനെ നാട്ടുകാർ എന്ത് പറയുന്നു ആലോചിക്കും. ഇത് ചാനൽ ചർച്ചയെ പോലെ ചില ആളുകൾ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ അത് പറയും, നീ പകരം പറയണം എന്ന് പറയുന്ന ചില ആളുകൾ. അതേപോലുള്ള പരിപാടികൾ ഇതൊക്കെ നാടകമാണ്. നമ്മൾ ഇതിനൊന്നും വീണുകൊണ്ട് ആവശ്യമില്ല. വീണു പോകുന്ന ആളുകളുണ്ട് അല്പബുദ്ധികളായ കുറെ ജേർണലിസ്റ്റുകൾ. ഇപ്പോഴത്തെ ജേർണലിസ്റ്റുകളുടെ വലിയ പ്രശ്നം, ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നത് കേട്ടോ, ഇവർക്ക് പണ്ടത്തെ ജേർണലിസ്റ്റ് ഇൻഡെപ്ത് ധാരണയോ സ്പൈനോ ഇല്ല, പേടിയാണ്. പിന്നെ അന്വേഷിച്ച് പോകാനുള്ള കൂർമ്മബുദ്ധിയും ഇല്ല. അതുകൊണ്ട് അവരത് കിടന്ന് ആഘോഷിക്കും. മനസ്സിലായി? അതല്ലാതെ ഇസ്രായേലിനെ തള്ളി പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇല്ലാതെ ഇസ്രായേലും ഇല്ല. അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഒരു ഹൃദയത്തിന്റെ രണ്ട് ഭാഗങ്ങൾ എങ്ങനെയാണോ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത് അതേപോലെയാണ്. ഇപ്പോൾ താങ്കൾ തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു ഇറാന്റെ ആണവ പരിപാടിക്ക് ഒരു ക്ലിപ്പ് ഇട്ടാൽ പോലും അത് ട്രംപിനൊരു വലിയ വിജയമാണ് എന്ന് പറയുന്നു. പക്ഷേ ഇറാൻ ആദ്യം മുതൽ അവർ എടുത്ത നിലപാട് ഞങ്ങൾക്ക് ആണവ സമ്പുഷ്ടീകരണം വേണം, ഞങ്ങൾ ആയുധം ഉണ്ടാക്കില്ല, ആണവ സമ്പുഷ്ടീകരണം ഞങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. ആ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ ഒരു കരാറിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ ട്രംപ് എന്ത് പറഞ്ഞിട്ടാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത്? അതാണല്ലോ വലിയ നമ്മളെല്ലാവർക്കും ഇത് കൊടുക്കല്ലോ, എന്താണ് കിറ്റ് കൊടുക്കല്ലോ, അതുപോലുള്ള പരിപാടിയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ കിറ്റ് നമ്മളെ പൈസ കൊണ്ടല്ലേ കിറ്റ് തരുന്നത്. അതേപോലെ ഇതിങ്ങനെ വ്യാഖ്യാനിക്കല്ലോ. ഇറാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഉള്ളിൽ കൂടെ അവർ മറ്റേ പണിയെടുക്കായിരുന്നു. പക്ഷെ നമ്മൾ ആ പരിപാടി നിർത്തിച്ചു. അതാണ് നമ്മളെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് ട്രംപ് അടിമക്കളെ കൈ എന്നുള്ള പരിപാടിയാണിത്. അപ്പൊ ഇത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ്. അതായത് ഈജിപ്തിന് മുമ്പേ ഉള്ള സ്റ്റാൻഡേർഡ് തന്നെയാണ്. ഇറാന്റെ, അതായത് ആണവ സമ്പുഷ്ടീകരണം നടക്കും. ഈ സമ്പുഷ്ടീകരണം നടക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, അതിനർത്ഥം ബോംബിടാക്കുന്ന പരിപാടി അവർ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കാരണം എന്താ വെച്ചാല് ഇന്ന് എന്തുകൊണ്ടാണ് ഇതിനും വലിയ ഭീഷണിയായ ഉത്തര കൊറിയനെ അവർ ആക്രമിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇസ്രായേൽ പാകിസ്ഥാനെതിരായി കളിക്കാത്തത്? ഇവന്മാരൊക്കെ കയ്യിൽ ഈ ആണവായുധമുണ്ട്. ആണവായുധം വലിയ ഡിറ്ററന്റ് ആണ്. എന്തുകൊണ്ടാണ് ചൈന നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പേടിക്കുന്നത്? നമ്മളെ ഈ സാധനം ഉണ്ട്. അതുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആണവായുധം ഉണ്ടാക്കാനുള്ള പരിപാടി അവർ തുറന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവർക്ക് ലോകരാഷ്ട്രീയത്തിൽ മേൽക്കൈ നഷ്ടപ്പെടാൻ കാരണം അറ്റോമിക് ബോംബുകളാണ്. ഇവരുടെ കയ്യിലില്ല, പാകിസ്ഥാന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ പിന്നെ അമേരിക്ക ഇന്ത്യക്കെതിരെ പണി കൊടുക്കാൻ വേണ്ടി അനുവദിച്ചുകൊണ്ടതാണ്. അതുകൊണ്ട് ആ പരിപാടി അവർ നിർത്തുമെന്ന് കരുതണ്ട, ഇസ്രായേൽ ഈ പണി നിർത്തുമെന്ന് കരുതണ്ട. പക്ഷെ ട്രംപ് മാമന് മൂപ്പര് അമേരിക്കക്കാരെ പറ്റിക്കാനുള്ള സാധനക്കായി. കാരണം അമേരിക്കക്കാർ ഇസ്രായേലികളെ പോലെ അത്ര ബുദ്ധിമാന്മാരല്ല. ശരി, അപ്പോൾ യുദ്ധാനന്തര കാലത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് സംസാരിച്ച് അവസാനിപ്പിക്കാം. ഏതാണ്ട് 33 ബില്യൺ അമേരിക്കൻ ഡോളർ പൊടിച്ചാണ് ട്രംപ് അവിടെ യുദ്ധം ചെയ്തത്. അതേ ട്രംപ് തന്നെ ഏതാണ്ട് 30,000 ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറാനിൽ നടത്തും. അത് പല പാർട്ടികൾ വഴി നടത്തും. പിന്നെ അവരുടെ ഫ്രീസ് ചെയ്ത അസറ്റുകളൊക്കെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ട്രംപിൻ്റെ അമേരിക്കയുടെയും പ്രഖ്യാപിത നയമുണ്ടല്ലോ ഇറാനിലെ എണ്ണ സമ്പത്ത് ചൂഷണം ചെയ്യുക, അതിലേക്കുള്ളൊരു പാതയൊരുക്കലിൻ്റെ ഭാഗമായിട്ടാണോ ഇത്ര വലിയ നിക്ഷേപങ്ങളും ഈ തടഞ്ഞു വെക്കപ്പെട്ട അസറ്റൊക്കെ വിട്ടുകൊടുക്കലുമായിട്ടൊക്കെ നമ്മൾ കണക്കാക്കേണ്ടത്? അത്ര തന്നെയുള്ളൂ. ഇതൊക്കെ ഓയിൽ പൊളിറ്റിക്സിന് ലാഭത്തിൻ്റെതാണ്. അമേരിക്ക കാശ് കൊടുത്താൽ അവർക്ക് നഷ്ടമില്ലേ? കാശ് ഇങ്ങനെ കൊണ്ടുവച്ചാൽ ഇത് അമേരിക്ക മുതലാളിമാരുടെ കാശല്ലേ. ഈ കാശ് ഇങ്ങനെ കൊണ്ടുവച്ചാൽ അത് പിന്നെ മയിൽപ്പീലി ഇരട്ടിക്കുന്ന പോലെ ഇരട്ടിക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ അതെവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അത് പലപ്പോഴും ഇവര് യുദ്ധം ഉണ്ടാക്കുക, എന്നിട്ട് യുദ്ധത്തിന്റെ റീകൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ് ചെയ്യുക, അതിന് ലാഭം ഉണ്ടാക്കുക. ഇതൊക്കെ ഒമ്പത് സ്ഥിരം പരിപാടികളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പക്ഷെ നമ്മൾ പുറത്ത് നോക്കുന്ന സമയത്ത് ഇസ്രായേലിന് അമേരിക്കയ്ക്ക് ഇറാനും ഒരേപോലെ ഗുണകരമാണ് ഇപ്പോഴത്തെ കാര്യം. അതിൽ കുറെ മനുഷ്യന്മാരെ ബലി കൊടുത്തു എന്ന് മാത്രം. പിന്നെ അമേരിക്കയൊക്കെ അവിടെ ജനാധിപത്യം കൊണ്ടുവരണമെന്നില്ല, അല്ലെങ്കിൽ ആ ഗൊമേനിനെ ഭരണം അവസാനിപ്പിക്കായിരുന്നു. അത് അവർക്ക് പറ്റായിരുന്നല്ല, വേണ്ടാന്ന് വെച്ചോണ്ടോ.
ഇപ്പോൾ ഏതായാലും അവിടെ ഒരു യുദ്ധവിരാമം ഉണ്ടായിരിക്കുന്നു. പക്ഷേ രണ്ട് രാജ്യങ്ങളുടെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് കൂടിയാണ്. കാര്യം നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവി, ട്രംപിന് ഇടക്കാല തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഇറാനിൽ ട്രംപ് അവകാശപ്പെടുന്നത് പോലെ വിജയം അവകാശപ്പെടുന്നത് അത് തങ്ങളുടെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അതിൻ്റെ പ്രയോജനം, രാഷ്ട്രീയമായ പ്രയോജനം കൂടി ട്രംപിന് കിട്ടുള്ളൂ. ആ അത് കുറെയൊക്കെ ബോധ്യപ്പെടുത്താൻ പറ്റും. ഈ രീതിയിലുള്ള ഒരു റെട്ടോറിക്കൊക്കെ നിൽക്കാൻ മതി. പക്ഷെ അതിന് വേറെ ഒരുപാട് ഘടകങ്ങൾ അതിന്റെ ഇടയിൽ ആശ്രയിക്കും. ട്രംപിന് അടുത്ത മത്സരിക്കാൻ പറ്റുമോ, മറ്റൊരുപാട് കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട്. അമേരിക്കക്കാർ മരിച്ചു വീഴുന്നത് അമേരിക്കക്കാർക്ക് ഇത് പ്രശ്നമൊന്നുമല്ല. ഈ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ട് അമേരിക്കൻ സൈനികരെ മരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതുകൊണ്ട് അവർ കരയുദ്ധം നടത്താത്തത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. മാത്രമല്ല ഉള്ളത് ട്രംപ് വീണിടം വിദ്യയാക്കുകയും ചെയ്യും. ശരി, ഒരു കാര്യം കൂടി പറഞ്ഞ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങളെല്ലാം പിൻവലിക്കപ്പെടുന്നു. വലിയൊരു ഓയിൽ വിപണിയിലേക്ക് ഇറാൻ്റെ ഒരു മാസ് എൻട്രി വരികയാണ്. നിലവിലുള്ള ആഗോള സാഹചര്യത്തിൽ ഒരു ഓയിൽ വിപണി കുറേ കൂടി ലിബറൽ ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യയെ പോലെ അടക്കമുള്ള ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് അത് എത്രത്തോളം ഗുണകരമാവും? എനിക്കറിയില്ല. നമ്മൾ ഇറാന്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് ചുളുവിലേക്ക് സാധനം മേടിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി പരിപാടി ഇല്ലാതാവും. നമുക്ക് കോമ്പറ്റീഷൻ വരും, പ്രഷർ കൂടുകയും. നമുക്ക് ഇറാന്റെ കയ്യിൽ നിന്ന് വലിയ ചുളുവിലൊക്കെ നമ്മൾ ഇന്ത്യൻ രൂപയെ തന്നെയാണ് നമ്മൾ വിനിമയം നടത്തിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ അതൊക്കെ മാറും. അതാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയയുടെ പ്രശ്നം. ശരി ശരി, ഏതായാലും നന്ദി.